നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വികസന കാഹളവുമായി പൂഞ്ഞാറിൽ 2K25 നിക്ഷേപ സംഗമം. 2457 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. വ്യവസായ പുരോഗതിക്കായി ഡിജിറ്റലൈസേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. മീനടത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെടുത്തു. കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസിന്റെ മൃതദേഹം ലഭിച്ചത് 9 ദിവസങ്ങൾക്ക് ശേഷം തോട്ടിൽ വീണത് തേങ്ങ പെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ വലിയ മഹാഗണി മരങ്ങൾ വീടിനും കിണറിനും ഭീഷണിയാകുന്നുവെന്ന പരാതിയുമായി പൊൻകുന്നം സ്വദേശി. വേരുകൾ വളർന്നിറങ്ങി നടപ്പുവഴിയിലും തടസ്സം. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. മരങ്ങൾ വെട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയിട്ടും സ്വകാര്യ വ്യക്തി അവഗണിക്കുന്നതായും പരാതി. പാമ്പാടി താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിക്ക് സമീപം നീതി മെഡിക്കൽ സ്റ്റോറും ലാബും വ്യാഴാഴ്ച മുതൽ 24 മണിക്കൂറും പ്രവർത്തനം. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾക്കും ഡിസ്കൗണ്ട്. വാർത്തകൾ വിശദമായി. വികസന കാഹളമുയർത്തി പൂഞ്ഞാറിൽ റൈസിംഗ് പൂഞ്ഞാർ നിക്ഷേപക സംഗമം. വ്യവസായ പുരോഗതിക്കായി ഡിജിറ്റലൈസേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. 2457 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നിക്ഷേപക സംഗമത്തിലുണ്ടായി. സംരംഭകരുടെ സവിശേഷ ശ്രദ്ധ നേടി റൈസിംഗ് പൂഞ്ഞാർ 2K25. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ വികസന സാധ്യതകൾക്ക് പുതിയ ജാലകം തുറന്ന് റൈസിംഗ് പൂഞ്ഞാർ 2K25 നിക്ഷേപക സംഗമം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം വ്യവസായ പുരോഗതിയിൽ കുതിച്ചുചാട്ടത്തിലാണെന്നും വ്യവസായ പുരോഗതിക്കായി ഡിജിറ്റലൈസേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇവിടെ ആരുടെയും ഒരു പ്രത്യേകമായ ബ്ലെസ്സിങ്സ് ഇല്ലാതെ തന്നെ സാധാരണക്കാരന് കഠിനാധ്വാനം കൊണ്ട് വ്യവസായത്തിൽ വളരാൻ കഴിയും. നമുക്കിപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ നമ്മൾ ഒന്നാമതായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കുന്നതിൽ ആന്ധ്രയെയും പഞ്ചാബിനെയും പുറംതള്ളി ഇപ്പോൾ കേരളം ആദ്യത്തെ 10ൽ ഇടം നേടിയിരിക്കുകയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 37 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിക്കഴിഞ്ഞു. 37 സ്വകാര്യ വ്യവസായ പാർക്കുകൾ, ഏകദേശം 500 ഏക്കറോളം അതിന്റെ ഭാഗമായി വ്യവസായ പാർക്കുകളായി. 3 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുമതി കൊടുത്തു. 8 എണ്ണം കൂടി കൊടുക്കാൻ പോവുകയാണ്. ജൂലൈ മാസം 3-ന് ബഹുമാനായ മുഖ്യമന്ത്രി അതും ആ ഡെവലപ്പർ പെർമിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. 302 നിക്ഷേപകരുടെ ഇവിടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത് 2456.88 കോടി രൂപ. ഏതാണ്ട് 2500 കോടി രൂപയ്ക്ക് 12 ലക്ഷത്തിന്റെ കുറവ്. റൗണ്ട് ചെയ്ത് 1000 കോടി നമ്മൾ ലക്ഷ്യമിട്ടത് 2500 കോടി രൂപയുടെ നിക്ഷേപം നമുക്കിവിടെ വാഗ്ദാനം ലഭിച്ചിരിക്കുകയാണ്. അതിലൂടെ പ്രപ്പോസ്ഡ് എംപ്ലോയ്മെന്റ് തൊഴിലുകൾ 14,342. 14,342 കുടുംബങ്ങളിലേക്ക് വരുമാനത്തിന്റെയും തൊഴിലിന്റെയും പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ ഈ നിക്ഷേപ സംഗമത്തിൽ ലഭിച്ച വാഗ്ദാനം. സംഗമത്തോടനുബന്ധിച്ച് നടത്തിയ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പാറത്തോട് കേന്ദ്രീകരിച്ച് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപീകരിച്ച അഗ്രോ ഫുഡ് പാർക്കിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും രാജ്യസഭ MP ജോസ് കെ മാണി നിർവഹിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, വ്യവസായ വകുപ്പ് ഡയറക്ടർ വിഷ്ണുരാജ് IAS, അഡീഷണൽ ഡയറക്ടർ G രാജീവ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ VR രാകേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് മന്ത്രി പി രാജീവ് സംരംഭകരുമായി മുഖാമുഖം നടത്തി. നാടിന് മുന്നിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ട് ആകെ 2457 കോടിയുടെ നിക്ഷേപ വാഗ്ദാനമാണ് വിവിധ മേഖലകളിലായി സംഗമത്തിലൂടെ ലഭിച്ചത്. ഇതിലൂടെ ആകെ 11,342 പേർക്ക് നേരിട്ടും അല്ലാതെയുമായി ജോലി ലഭിക്കും. ആകെ 308 സംരംഭകരാണ് വിവിധ പദ്ധതികൾക്കായി നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. 38 സംരംഭങ്ങൾ 10 കോടിയിലധികം മുതൽ മുടക്ക് വരുന്നതും 88 സംരംഭങ്ങൾ 1 കോടിയിലധികം മുതൽ മുടക്ക് വരുന്നതുമാണ്. ടൂറിസം, കാർഷികാധിഷ്ഠിത ഭക്ഷ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, IT, ITES, റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ, മര ഉൽപ്പന്ന സംരംഭങ്ങൾ, സുഗന്ധവ്യഞ്ജനാധിഷ്ഠിത സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾ ആരംഭിക്കുകയാണ് സംഗമം ലക്ഷ്യമിട്ടത്. എരുമേലിയിൽ ആരംഭിക്കുന്ന ശബരി ഗ്രീൻഫീൽഡ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ സാധ്യതകളും മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതുകൂടിയായി സംഗമം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
മീനടത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസിന്റെ മൃതദേഹമാണ് കണ്ടത്. 9 ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ് മൃതദേഹം ലഭിച്ചത്. സംസ്കാരം മീനടം സെന്റ് ജോൺസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. തേങ്ങ എടുക്കുന്നതിനായി തോട്ടിലിറങ്ങവേ ഒഴുക്കിൽപ്പെട്ട് 10 ദിവസം മുൻപ് കാണാതായ കോട്ടയം മീനടം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. മീനടം കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസിനെയാണ് 10ാം ദിവസം നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. 66 വയസ്സായിരുന്നു. തോട്ടിലേക്ക് വീണ തേങ്ങ എടുക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ടീം എമർജൻസി സംഘം ഇന്ന് രാവിലെ മുതൽ കാണാതായ സ്ഥലം മുതൽ നടത്തിയ തെരച്ചിലിലാണ് കൈതേൽ പാലത്തിന് താഴെ താമരവേലി പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തിയത്. തോട്ടിലേക്ക് കുറുകെ വീണ് കിടക്കുന്ന മരത്തടിയിൽ തങ്ങിക്കിടന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴിഞ്ഞ മെയ് 31 വൈകുന്നേരമാണ് ഇദ്ദേഹം തോട്ടിൽ വീണത്. ഈപ്പനെ കാണാതായ മീനടം വലിയതോടിന്റെ പുത്തൻപുരപ്പടി മുതൽ കൊടൂരാറ്റിലെ പുതുപ്പള്ളി ഭാഗത്ത് വരെ പാമ്പാടി ഫയർഫോഴ്സിന്റെയും ഈരാറ്റുപേട്ടയിലെയും മണിമലയിലെയും ടീം എമർജൻസി കേരളയുടെയും നേതൃത്വത്തിൽ ഇതിനോടകം പലവട്ടം തെരച്ചിൽ നടത്തിയിരുന്നു. വീണ്ടും ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ഇന്നും പല ഭാഗത്തും കേന്ദ്രീകരിച്ചും തെരച്ചിൽ തുടർന്നപ്പോഴാണ് തോട്ടിലേക്ക് ചാഞ്ഞു കിടന്ന മരത്തടിക്കിടയിൽ കുടുങ്ങിക്കിടന്ന നിലയിൽ ഈരാറ്റുപേട്ട ടീം എമർജൻസിയും മണിമല യൂണിറ്റും ചേർന്നുള്ള തെരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. അയൽവാസിയുടെ പുരയിടത്തിലെ മരങ്ങൾ തന്റെ വീടിനും കിണറിനും നടപ്പുവഴിക്കും ഭീഷണിയായി തീർന്നെന്ന പരാതിയുമായി പൊൻകുന്നം സ്വദേശി. പൊൻകുന്നം ചർച്ച് വ്യൂ കോളേജിന് സമീപം താമസിക്കുന്ന ആനന്ദഭവനിൽ MA ബാബുക്കുട്ടപ്പണിക്കരാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകി കാത്തിരിക്കുന്നത്. അയൽവാസിയുടെ പുരയിടത്തിലെ മഹാഗണി മരങ്ങൾ വീടിനും കിണറിനും നടപ്പുവഴിക്കും ഭീഷണിയാകുന്നുവെന്ന പരാതിയുമായി പൊൻകുന്നം സ്വദേശി. പൊൻകുന്നം ചർച്ച് വ്യൂ കോളേജിന് സമീപം താമസിക്കുന്ന ആനന്ദഭവനിൽ MA ബാബുക്കുട്ടപ്പണിക്കരാണ് പരാതി നൽകിയിരിക്കുന്നത്. സമീപവാസിയായ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ 5 മഹാഗണി മരങ്ങൾ തന്റെ വീടിനും കിണറിനും വലിയ ഭീഷണിയാണെന്ന് ബാബുക്കുട്ടപ്പണിക്കർ പറയുന്നു. വീടിന്റെ മുകളിലേക്ക് മരങ്ങളുടെ ശിഖരങ്ങൾ ചാഞ്ഞിട്ടുണ്ട്. കൂടാതെ ചെറിയ നടപ്പുവഴിയിൽ അതിരിൽ നിൽക്കുന്ന മഹാഗണി മരങ്ങളുടെ വേരുകൾ വളർന്നു നിൽക്കുകയാണ്. ഇതുവഴി കാൽനടയാത്ര പോലും ഏറെ ദുഷ്കരമാണ്. നാളുകളായി ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ഉടമസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടി ഇല്ലാതെ വന്നതോടെ ജില്ലാ കളക്ടർ, RDO, തഹസീൽദാർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി. പരാതിയിന്മേൽ എതിർകക്ഷിക്ക് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് അയക്കുകയും മരം മുറിച്ചു മാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും എതിർകക്ഷി ധിക്കാരപരമായാണ് ഇടപെടുന്നതെന്ന് ബാബുക്കുട്ടപ്പണിക്കർ പറയുന്നു. ഇപ്പോൾ ഈ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ ആഴ്ചയും ഒരു മരം കിടന്നു വീണു. അപ്പോൾ എൻ്റെ വീടിന് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് 4-5 വലിയ മഹാഗണി നിൽപ്പുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്ത് ഓഫീസ്, തഹസീൽദാർ, പോലീസ് സ്റ്റേഷൻ, ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട RDO എന്നിവർക്കെല്ലാം ഞാൻ പരാതി കൊടുത്തു. എന്നിട്ടും നാളെ ഇതുവരെയായി ഇവർ ഈ മരം വെട്ടിമാറ്റാനോ പുരയുടെ മണ്ടയിലോട്ട് നിൽക്കുന്ന ശിഖരങ്ങൾ വെട്ടിമാറ്റാനോ നടപ്പുവഴിക്ക് തടസ്സമുണ്ടാകാൻ നിൽക്കുന്ന മരങ്ങൾ മാറ്റാനോ തയ്യാറായിട്ടില്ല. ആകയാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ബാബുക്കുട്ടപ്പണിക്കരുടെ കുടുംബം ഉൾപ്പെടെ 5 വീട്ടുകാർ ഉപയോഗിക്കുന്ന നടപ്പുവഴിയാണിത്. മഹാഗണി മരങ്ങളുടെ വേരുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ഏറെ പ്രയാസമാണ് ഇതുവഴി കടന്നുപോകാൻ. കൂടാതെ മരത്തിന്റെ വേരുകൾ കിണറിന് സമീപം വരെ വളർന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മഹാഗണി മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ബാബുക്കുട്ടപ്പണിക്കർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിക്ക് സമീപം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന DCH നീതി മെഡിക്കൽ സ്റ്റോറും ലാബും പ്രവർത്തനം ആരംഭിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. പാമ്പാടി താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിക്ക് സമീപം ലാൻഡ്മാർക്ക് പ്ലാസയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന DCH നീതി മെഡിക്കൽ സ്റ്റോർ ആൻഡ് നീതി ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 9:30 സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. DCH പ്രസിഡന്റ് CJ ജോസഫ് അധ്യക്ഷനാകും. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ഡിസ്കൗണ്ടോടെ ഇവിടെ നിന്നും ലഭിക്കും. എല്ലാ ലാബ് പരിശോധനകളും കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. സീനിയർ സിറ്റിസൺസിനും മേൽപ്പറഞ്ഞ നിരക്കിന് പുറമെ 10% അധിക ഡിസ്കൗണ്ടും DCH നൽകും. ഏറ്റവും വിശ്വസനീയമായ പരിശോധനാ സംവിധാനമാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറികളും ടെക്നോളജിയും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ DCHന്റെ പരിശോധനാ സംവിധാനങ്ങൾ, സ്കാനിങ് ആയാലും എക്സ്റേ ആയാലും മറ്റു തരത്തിലുള്ള പരിശോധനകളായാലും എല്ലാം ഇപ്പോൾ നടത്തിവരും. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിലും കുട്ടികളുടെ ആശുപത്രിക്ക് സമീപവും നമ്മളിപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകൾ ഏറ്റവും നല്ല നിലയിൽ, മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള മരുന്നുകൾ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നെടുത്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ജില്ലയിൽ തന്നെ ഏറ്റവും റേറ്റ് കുറച്ച്
മരുന്ന് രോഗികളിൽ എത്തിക്കുന്ന സംവിധാനമാണ് നമുക്കുള്ളത്. പാമ്പാടി മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ES സാബു, പ്രസിഡന്റ് CJ ജോസഫ്, സെക്രട്ടറി കാർത്തിക് ബാലപ്പൻ പിള്ള, അഡ്മിൻ ഓഫീസർ KM മോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മീനടം മാളികപ്പടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് പകൽ 11:30യോടെയാണ് അപകടമുണ്ടായത്. പുതുപ്പള്ളി ഭാഗത്തേക്ക് പോയ കാറിൽ ബൈക്ക് വന്നിടിക്കുകയായിരുന്നു. ആറാണി സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പുത്തൻപുറം സ്വദേശിയുടേതാണ് കാർ. പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി. ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങി. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യം മാർക്കറ്റിംഗ് വിഭാഗം വഴി ഉറപ്പാക്കുകയും ലഭ്യമാക്കാൻ സാധിക്കുന്ന മുഴുവൻ അസംസ്കൃത വസ്തുക്കളും കേന്ദ്രം വഴി ലഭ്യമാക്കുകയും ചെയ്യും. ഏറ്റുമാനൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സിഡ്കോ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിച്ചു. വ്യവസായികളുടെ പരാതികൾ പരിഹരിക്കാൻ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വിഭാഗത്തിന് കീഴിൽ ഫെസിലിറ്റേഷൻ സെന്ററിൽ ഒരുക്കും. കോട്ടയം ജില്ലയിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന സിഡ്കോയുടെ മാർക്കറ്റിംഗ്, അസംസ്കൃത വസ്തു വിഭാഗങ്ങളും എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ ഓഫീസും ഈ കെട്ടിടത്തിലേക്ക് മാറ്റും. വ്യവസായികളുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഏക കേന്ദ്രമായി ഇതിനെ വിപുലപ്പെടുത്താനാണ് സിഡ്കോയുടെ തീരുമാനം. ഭൂഗർഭനില ഉൾപ്പെടെ 3 നിലകളിലായി 4948 ചതുരശ്ര അടി സ്ഥലത്ത് 1.32 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ചെറുകിട സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. ഓരോ പൊതുമേഖലാ സ്ഥാപനവും വ്യവസായ വകുപ്പുമായി ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പോയിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അത് നിർവഹിക്കേണ്ടത് MD-മാരുടെ ഉത്തരവാദിത്തമാണ്. വ്യവസായ സ്ഥാപനത്തിന്റെ പൊതുവായ ഉത്തരവാദിത്തമാണ്. ഈ വർഷം MOU ഒപ്പുവയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ റിവ്യൂ ഞങ്ങൾ നടത്തുകയുണ്ടായി. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ 5000 കോടി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഒരു ചരിത്ര നേട്ടമാണ്. അടുത്ത വർഷം നമ്മൾ എല്ലാ സ്ഥാപനങ്ങളും 4 ഒഴികെ എന്നുള്ളതാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും ലാഭത്തിലാക്കുക എന്നതാണ് MOU വഴി ഉദ്ദേശിക്കുന്നത്. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. പ്രധാനമായും ഈ ജില്ലയിലെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് അവരുടെ റോ മെറ്റീരിയലുകളെല്ലാം മര്യാദ വിലയ്ക്ക് ലഭിക്കാൻ ഇടവരുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കി, ഒപ്പം അവരുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണങ്ങളും അതിൻ്റെ വിപണന സാധ്യതകളും അതിന് ഒരു ഡിജിറ്റലൈസേഷൻ സംവിധാനവും ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതും ഏറെ ഈ ചെറുകിട വ്യവസായികൾക്ക് ആശ്വാസം പകരുന്നതും ഭാവിയിൽ അവർക്ക് വലിയ രൂപത്തിൽ പ്രയോജനകരമായി വരുന്നതാണ് ഈ സെന്റർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരമൊരു സെന്റർ ഈ 40 ഏക്കറിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച വ്യവസായ വകുപ്പിനെയും വിശേഷിയ സിഡ്കോയെയും പ്രത്യേകമായി ഇവിടുത്തെ ജനപ്രതി എന്ന രൂപത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു, അഭിനന്ദിക്കുന്നു. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് IAS, വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ് IAS, ചെയർമാൻ ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫർമേഷൻ അജിത് കുമാർ, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPI പ്രാദേശിക സമ്മേളനത്തിന്റെ ഭാഗമായി ഭാരതമാതാവിന്റെ ചിത്രം അടങ്ങിയ പോസ്റ്റർ രൂപകൽപ്പന ചെയ്യാൻ തയ്യാറായ കോട്ടയം ജില്ലാ നേതൃത്വത്തെ അഭിനന്ദിക്കുന്നതായി BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിന് പരിസ്ഥിതി ദിന ചടങ്ങ് ബഹിഷ്കരിച്ച പാർട്ടി നേതാക്കൾക്കുള്ള മറുപടിയാണിതെന്നും N ഹരി പറഞ്ഞു. കോട്ടയം CPIയുടെ ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ജില്ലാ സമ്മേളനത്തിൻ്റെ പോസ്റ്റർ അടിക്കുക എന്ന് പറയുന്നത് തന്നെ അത്രയും സഖാക്കന്മാർക്ക് ഭാരത് മാതാവിനോടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ആദ്യം തന്നെ ഭാരത് മാതാവിന് ജയ് വിളിച്ചതിനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് തിരുത്തുന്നത്. ഇപ്പോൾ ഇതാ നിങ്ങളിത് ഈ പോസ്റ്റർ അടിച്ചതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾക്കത് മാറ്റേണ്ടി വന്നു. നിങ്ങളുടെ ആ വിഷമത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ വളർച്ചയിൽ പൊതുവിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് വലുതെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപതയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ 100% വിജയം നേടിയ സ്കൂളുകളെ ആദരിക്കുകയായിരുന്നു അദ്ദേഹം.
പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെയും ആദരിച്ചു. പൊതുസമൂഹത്തിന്റെ വളർച്ചയിൽ പൊതുവിദ്യാലയങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മെറിറ്റിനേക്കാൾ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന തലമുറയാണ് വളർന്നു വരേണ്ടതെന്നും മൂല്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് അധ്യാപകർ പ്രാധാന്യം നൽകണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇവിടെ നമ്മുടെ ടീച്ചേഴ്സിലും അക്കാദമിക് കൗൺസിലും ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന വലിയൊരു ഗ്യാതറിംഗാണ് ഈ വിജയ ദിന ആഘോഷം. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണിത്. നമ്മൾ അധ്വാനിച്ച് വലിയ മികവിൽ വരുമ്പോൾ നമുക്കെപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രയാസം ഈ മൊമെന്റം കാത്തുസൂക്ഷിക്കുക എന്നതാണ്. മാണി സി കാപ്പൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ, ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരകുകാലപ്പറമ്പിൽ, ഫാദർ ജോർജ് പറമ്പിത്തടത്തിൽ, ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോബി കുളത്തറ, സെക്രട്ടറി ഷിനു ആനത്താരക്കൽ, +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ അനഘ രാജീവ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന കാഹളവുമായി പൂഞ്ഞാറിൽ 2K25 നിക്ഷേപ സംഗമം. 2457 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം. വ്യവസായ പുരോഗതിക്കായി ഡിജിറ്റലൈസേഷന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. മീനടത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെടുത്തു. കാട്ടുമറ്റത്തിൽ ഈപ്പൻ തോമസിന്റെ മൃതദേഹം ലഭിച്ചത് 9 ദിവസങ്ങൾക്ക് ശേഷം തോട്ടിൽ വീണത് തേങ്ങ പെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ വലിയ മഹാഗണി മരങ്ങൾ വീടിനും കിണറിനും ഭീഷണിയാകുന്നുവെന്ന പരാതിയുമായി പൊൻകുന്നം സ്വദേശി. വേരുകൾ വളർന്നിറങ്ങി നടപ്പുവഴിയിലും തടസ്സം. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. മരങ്ങൾ വെട്ടാൻ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയിട്ടും സ്വകാര്യ വ്യക്തി അവഗണിക്കുന്നതായും പരാതി. പാമ്പാടി താലൂക്ക് ആശുപത്രി കാഷ്വാലിറ്റിക്ക് സമീപം നീതി മെഡിക്കൽ സ്റ്റോറും ലാബും വ്യാഴാഴ്ച മുതൽ 24 മണിക്കൂറും പ്രവർത്തനം. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾക്കും ഡിസ്കൗണ്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.